വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി-ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 7th സെമസ്റ്റർ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസിലെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പി എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ IR റീജിയൻ, മോളിക്കുലർ വൈബ്രേഷൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞതാണ്. ലിമിറ്റേഷൻസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി നമ്മളിന്ന് മോർണിംഗ് ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് IR സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ്. ഈ IR സ്പെക്ട്രോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണുള്ളത്. ഡിസ്പേഴ്സീവ് IR സ്പെക്ട്രോമീറ്ററും ഉണ്ട്, നോൺ ഡിസ്പേഴ്സീവ് IR സ്പെക്ട്രോമീറ്ററും ഉണ്ട്. ഇതിൽ നോൺ ഡിസ്പേഴ്സീവ് സ്പെക്ട്രോമീറ്ററിനെ തന്നെ നമ്മൾ ഇൻ്റർഫെറോമെട്രിക് അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നും പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഡിസ്പേഴ്സീവ് IR സ്പെക്ട്രോഫോട്ടോമീറ്റർ നോക്കാം. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ബീമും ഉണ്ട്, ഡബിൾ ബീമും ഉണ്ട്. നമ്മൾ ഓൾറെഡി UVൻ്റെ ക്ലാസ്സുകളൊക്കെ നോക്കിയില്ലേ, അതേപോലെ തന്നെയാണ് സിംഗിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ നോക്കാം. അതിന് നമ്മൾ ഡിസ്പേഴ്സീവ് ടൈപ്പ് എന്നും പറയുന്നുണ്ട്, ഡിസ്പേഴ്സീവ് IR സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്നും പറയും. പിന്നെ ഈ സിംഗിൾ ബീം സിസ്റ്റത്തിൽ റേഡിയേഷൻ എന്താണ്, IR സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യും. IR സോഴ്സിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ റേഡിയേഷൻ ആദ്യം സാമ്പിളിലൂടെ പാസ് ചെയ്യും, അതിനുശേഷം ഒരു ഫിക്സ്ഡ് പ്രിസത്തിലൂടെ പാസ് ചെയ്യും, ദെൻ റൊട്ടേറ്റിംഗ് ലിഥിയം ഫ്ലൂറൈഡ് മിററിലൂടെ പാസ് ചെയ്യും. ബോത്ത് പ്രിസം ആൻഡ് ലിഥിയം മിറർ എന്താണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് വേവ് ലെങ്തിനെ സെലക്ട് ചെയ്യും. അതാണ് ഡിറ്റക്ടറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം റേഡിയേഷൻ അതിന് ഇൻറ്റൻസിറ്റീനെ മെഷർ ചെയ്യുന്നുണ്ട് സാമ്പിളിലൂടെ പാസ് ചെയ്തതിന് ശേഷം. ഒറിജിനൽ ഇൻറ്റൻസിറ്റി അറിഞ്ഞുകൊണ്ട് ആ ഫൈനൽ ഇൻറ്റൻസിറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റേഡിയേഷൻ അവിടെ അബ്സോർബ്ഡ് ആയിട്ടുണ്ട്, സാമ്പിൾ എത്രത്തോളം റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് സിംഗിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ പറയുന്നത്. അതിപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈ സിംഗിൾ ബീം സിസ്റ്റത്തിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് ആരാ, IR സോഴ്സ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും, അതിനുശേഷം അത് സാമ്പിളിലൂടെ പാസ് ചെയ്യും, അത് ഫിക്സ്ഡ് പ്രിസത്തിലൂടെ പാസ് ചെയ്യും, റൊട്ടേറ്റിംഗ് ലിഥിയം ഫ്ലൂറൈഡ് മിററിലൂടെ പാസ് ചെയ്യും. ഈ പ്രിസം അതേപോലെ തന്നെ ലിഥിയം മിറർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഡിസൈഡ് വേവ് ലെങ്തിനെ സെലക്ട് ചെയ്യും, അതിനുശേഷം ഡിറ്റക്ടറിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ മെഷർ ചെയ്യുന്നുണ്ട്. സാമ്പിളിലൂടെ പാസ് ചെയ്തതിന് ശേഷം ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് മെഷർ ചെയ്യും. നമുക്ക് ഒറിജിനൽ ഇൻറ്റൻസിറ്റിയും ഫൈനൽ ഇൻറ്റൻസിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം റേഡിയേഷൻ സാമ്പിൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അബ്സോർപ്ഷൻ സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് സിംഗിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഈ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് എന്ത് ചെയ്യും, IR സ്പെക്ട്രത്തിൽ വാരി ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്പെക്ട്രം റിസൾട്ട് ചെയ്യുമോ, ഇല്ല. അടുത്തത് ബേസ് ലൈൻ കറക്ഷൻ എപ്പോഴും ആവശ്യമാണ്. കാരണം ഈ ഒരു വേരിയേഷൻസ് കാരണം എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ബേസ് ലൈൻ കറക്ഷൻ ആവശ്യമുണ്ട്. സാമ്പിൾസ് നമ്മൾ സൊല്യൂഷനിലുള്ള സാമ്പിൾസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ സോൾവെൻറ്റ് ബാൻസ് അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോൾവെൻറ്റ് സ്പെക്ട്രം എന്ത് ചെയ്യണം, ടോട്ടൽ സ്പെക്ട്രത്തിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോൾവെൻറ്റ് സ്പെക്ട്രം മസ്റ്റ് ബി റെക്കോർഡഡ് അണ്ടർ ഐഡൻറ്റിക്കൽ എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് അവിടെ, റൂൾസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ലിമിറ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലീൻ സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫിഗർ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് സോഴ്സ് ഉണ്ട്, ചോപ്പർ, പിന്നെ നമ്മുടെ സാമ്പിൾ സെല്ല്, മോണോക്രോമേറ്റർ, ഡിറ്റക്ടർ. ഇതാണ് നമ്മുടെ സിംഗിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. കൊളിമേറ്റിംഗ് മിററും, ഇത് സോഴ്സ് ഉണ്ട്, പിന്നെ മിറർ സ്ലിറ്റിലൂടെ പാസ് ചെയ്യും, കൊളിമേറ്റിംഗ് മിറർ പ്രിസം ഉണ്ട്, ഇന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് നേരെ ഡിറ്റക്ടറിൽ സാമ്പിൾ ഹോൾഡർ വഴി ഡിറ്റക്ടറിലോട്ട് പോവുകയൊക്കെയാണ് ചെയ്യുക. നമ്മൾ ഓൾറെഡി അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിംഗിൾ ബീം സ്പെക്ട്രോഫോട്ടോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിംഗിൾ ബീമിൻ്റെയിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജസിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് എന്ത്, ഡബിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. ടു ഓവർകം ദ എബവ് ഡ്രോബാക്സ്, മുകളിൽ നമ്മൾ പറഞ്ഞിരുന്ന ഡിസഡ്വാൻറ്റേജസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ ബീമിനെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് പാത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒന്ന് സാമ്പിളിലൂടെ പാസ് ചെയ്യും, മറ്റൊന്ന് റെഫറൻസിലൂടെ പാസ് ചെയ്യും. നമ്മൾ UVൻ്റെ കേസിൽ നോക്കിയില്ലേ, സെയിം പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, റിയൽ ടൈം കറക്ഷൻ, ഫ്ലക്ച്വേഷൻസിനൊക്കെ നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്യും. അതിൻ്റെ ഫിഗറും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലക്ച്വേഷൻസ് കാരണമുള്ള എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. സോൾവെൻ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻസ് ഒക്കെ കുറച്ച് ഈസിയർ ആക്കി കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബെറ്റർ ബേസ് ലൈൻ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്യുറേറ്റ് അബ്സോർബൻ വാല്യൂസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റിയൽ ടൈം കമ്പാരിസൺ ആണ് സാമ്പിളും റെഫറൻസും തമ്മിൽ തരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് സ്യൂട്ടബിൾ ആണ്. ഇതാണ് ഡബിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഇനി ഈ ഡബിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ റേഡിയേഷൻ സോഴ്സ് എന്ത് ചെയ്യും? എനർജീനെ എമിറ്റ് ചെയ്യും. റേഡിയേഷൻ സോഴ്സ് എനർജീനെ എമിറ്റ് ചെയ്യും. അത് 2 ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, 2 ബീമായിട്ട് ആദ്യം നമ്മൾ റേഡിയേഷൻ സോഴ്സിൽ നിന്ന് എനർജീനെ എന്ത് ചെയ്യാണ്? എമിറ്റ് ചെയ്യാണ്. അതിനുശേഷം അത് 2 ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 2 ബീം എന്തായിരിക്കും? ഒപ്റ്റിക്കലി അതുപോലെ എനർജറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഒരു ബീം സാമ്പിളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, മറ്റൊരു ബീം റെഫറൻസിലൂടെ പാസ് ചെയ്യും. സാമ്പിൾ ബീം പാത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റെഫറൻസ് മെറ്റീരിയൽ റെഫറൻസ് ബീം പാത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 2 ഹാഫ് ബീംസും എന്ത് ചെയ്യുന്നുണ്ട്? റീകമ്പൈൻ ചെയ്യും. ഇതിലൂടെ പാസ് ചെയ്തിട്ട് 2 ബീംസും റീകമ്പൈൻ ചെയ്തിട്ട് ഒപ്റ്റിക്കൽ പാത്ത് വഴി ഡിറ്റക്ടറിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര നമ്മൾ നോക്കിയാൽ മതി. എന്താണ് ഡബിൾ ബീം IR സ്പെക്ട്രോഫോട്ടോമീറ്ററും അതിൻ്റെ അഡ്വാൻറ്റേജസും പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു വർക്കിങ്ങും കാര്യങ്ങളും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ്, നമ്മൾ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡിസ്പേഴ്സീവും ഉണ്ട്, നോൺ ഡിസ്പേഴ്സീവ് ഉണ്ട്. അടുത്തതാണ് നോൺ ഡിസ്പേഴ്സീവ് IR സ്പെക്ട്രോഫോട്ടോമീറ്റർ. അതിനെ തന്നെ നമ്മൾ ഇൻ്റർഫെറോമെട്രിക് അതല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ എന്നും പറയുന്നുണ്ട്. FTIR ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് FTIR. അപ്പോൾ അതിന് നമ്മൾ നോൺ ഡിസ്പേഴ്സീവ് അല്ലെങ്കിൽ ഇൻ്റർഫെറോമെട്രിക് IR സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇതൊരു മോഡേൺ ടെക്നിക്കാണ് IR സ്പെക്ട്രോസ്കോപ്പിയിൽ. ഈ FTIRൽ എന്താണ്? IR റേഡിയേഷൻ അനലൈസ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? സ്കാനിങ് മൈക്കൽസൺ ഇൻ്റർഫെറോമെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ പ്രിസോ ഗ്രേറ്റിങ്ങോ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തേലൊക്കെ പ്രിസം ഗ്രേറ്റിംഗ് അതുപോലത്തെ ഡിവൈസസ് യൂസ് ചെയ്തു. അതിന് പകരം ഇവിടെ നമ്മളൊരു സ്കാനിങ് മിക്കൽസൺ ഇൻ്റർഫെറോമെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ റേഡിയേഷൻ ഉണ്ടാവും. ആ റേഡിയേഷനെ 2 ബീം സോഴ്സ് ഓഫ് റേഡിയേഷൻ്റെ എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതെന്ത് ചെയ്യുന്നുണ്ട്? സ്പീഡും സെൻസിറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഡിസ്പേഴ്സീവ് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡും സെൻസിറ്റിവിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കൂടുതലാണ്. വേവ് ലെങ്ത് സെലക്ടിങ് ഡിവൈസ് കാണുന്നില്ല, അതിന് പകരം ഒരു ഇൻ്റർഫെറോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ IR റേഡിയേഷൻ സോഴ്സ് ഉണ്ടായിരിക്കും, ഇൻ്റർഫെറോമീറ്റർ ഉണ്ടായിരിക്കും, സാമ്പിൾ സെല്ല് ഡിറ്റക്ടർ ആണുള്ളത്. അടുത്തത് ഇൻ്റർഫെറോഗ്രാം. എന്താണ് ഇൻ്റർഫെറോഗ്രാം? ഈ ഡിറ്റക്ടർ നമ്മുടെ ഡിറ്റക്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിറ്റക്ടർ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻ്റർഫെറോഗ്രാം എന്ന് പറയുക. ഈ ഇൻ്റർഫെറോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ഡൊമൈൻ സിഗ്നലാണ്. അതായത് ഓരോരോ എന്താ പറയുക IR ഫ്രീക്വൻസീസിനെ കുറിച്ചിട്ടുള്ള മൊത്തം ഡാറ്റ പോയിന്റിലെ ഇൻഫോർമേഷൻസ് ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർഫെറോഗ്രാം. ഇനി ഈ കോംപ്ലക്സ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാത്തമാറ്റിക്കലി നോർമൽ IR സ്പെക്ട്രായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് എന്ത്? ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ഡൊമൈൻ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IR ബീം എന്ത് ചെയ്യുന്നുണ്ട്? ഈ മിക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിലോട്ട് എൻ്റർ ചെയ്യും. ഇവിടെ വേവ് ലെങ്ത് സെലക്ടർ ഇല്ലല്ലോ, അപ്പോൾ ഇൻ്റർഫെറോമീറ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ബീം സ്പ്ലിറ്ററിനെ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ ബീം 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒന്ന് ഫിക്സ്ഡ് മിററിലോട്ടും ഒന്ന് മൂവിങ് മിററിലോട്ടും പോവും. അതിനുശേഷം ഈ മിറേഴ്സിനൊക്കെ റിഫ്ലക്ഷൻ നടന്നിട്ട് ഈ ബീംസ് എന്ത് ചെയ്യും? വീണ്ടും റീകമ്പൈൻ ചെയ്യും, ഒരുമിച്ച് കൂടും. അതിനുശേഷം സാമ്പിളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്ന സിഗ്നൽ, റിസൾട്ടിങ് സിഗ്നൽ, അതിനാണ് നമ്മൾ ഇൻ്റർഫെറോഗ്രാം എന്ന് പറയുക. അതിൽ എല്ലാ തരത്തിലുള്ള ഫ്രീക്വൻസി ഇൻഫോർമേഷൻസും ഉണ്ടായിരിക്കും. അത് ഡിറ്റക്ടറിലോട്ട് പാസ് ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സോഴ്സ് ഉണ്ട്, അതെന്ത് ചെയ്യും? IR ബീം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ IR ബീം ഈ മിക്കൽസൺ ഇൻ്റർഫെറോമീറ്ററിലൂടെ പാസ് ചെയ്യും. അതിനുശേഷം ബീം സ്പ്ലിറ്ററിൽ വന്ന് തട്ടിയിട്ട് ഒന്ന് ഫിക്സ്ഡ് മിററിലോട്ടും ഒന്ന് മൂവബിൾ മിററിലോട്ടും മൂവ് ചെയ്യും. അതിനുശേഷം അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും? ഇത്
സാമ്പിളിലൂടെ പാസ് ചെയ്ത് ഡിറ്റക്ടറിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡായിരിക്കും, സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും, പിന്നെ എല്ലാ ഫ്രീക്വൻസീസും നമുക്ക് സിമിൾട്ടേനിയസ്ലി മെഷർ ചെയ്യാൻ പറ്റും. ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. എക്സലൻറ്റ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കിട്ടുന്നുണ്ട്. മെക്കാനിക്കൽ വേവ് ലെങ്ത് സ്കാനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ലെസ് സാമ്പിൾ പ്രിപ്പറേഷനാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. ഫിഗറും നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടേമാണ് അറ്റൻവേറ്റഡ് ടോട്ടൽ റിഫ്ലക്ഷൻ, ATR. ATR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻവേറ്റഡ് ടോട്ടൽ റിഫ്ലക്ഷൻ. ഇതൊരു സാമ്പിൾ ഹാൻഡ്ലിംഗ് ടെക്നിക്കാണ്. അത് നമ്മൾ FTIR മെഷർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. IR ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യും. ആ ക്രിസ്റ്റൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? മെറ്റീരിയൽ ലൈക്ക് ഡയമണ്ട് ഒക്കെ പോലെയുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്റ്റലാണ്. അതിലൂടെ നമ്മൾ IR ലൈറ്റിനെ പാസ് ചെയ്യും. അതിനുശേഷം സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്റ്റലിന് എഗെയിൻസ്റ്റ് ടൈറ്റ്ലി പ്രസ് ചെയ്യുന്നുണ്ട്. ഈ IR ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക, ഇൻറ്റേർണലി ആ ക്രിസ്റ്റലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സ്മോൾ പാർട്ട് അതിന് എന്ത് ചെയ്യും? സാമ്പിൾ സർഫസിനെ പെനട്രേറ്റ് ചെയ്യും. ആ ഒരു ഇൻട്രാക്ഷൻ കാരണം അവിടെ ഒരു അബ്സോർപ്ഷൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യും. അത് സാമ്പിളിൻ്റെ മോളിക്കുലർ വൈബ്രേഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സാമ്പിളും ക്രിസ്റ്റലും തമ്മിൽ എന്താണ്? എപ്പോഴും ഒരു ഗുഡ് കോണ്ടാക്റ്റ് വേണം. അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ എപ്പോഴും ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഈ ATRൽ പഠിക്കാനുള്ളത്. ഇനി ATRന്ന് കിട്ടുന്ന സ്പെക്ട്രേനെ നമ്മൾ എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ സ്പെക്ട്രയാക്കി മാറ്റിയിട്ട് ബാക്കിയുള്ള റെഫറൻസ് ഡാറ്റ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് അറ്റൻവേറ്റഡ് ടോട്ടൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ATR എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇന്ന് നമ്മൾ IR സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ്, അതിൽ ഡിസ്പേഴ്സീവും നോൺ ഡിസ്പേഴ്സീവും, ഡിസ്പേഴ്സീവിൽ തന്നെ സിംഗിൾ ബീമും ഡബിൾ ബീമും, നോൺ ഡിസ്പേഴ്സീവ് അതിനെ തന്നെ നമ്മൾ ഇൻ്റർഫെറോമെട്രിക് അല്ലെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയും. പിന്നെ ഒരു ടേം ആയിട്ടുള്ള അറ്റൻവേറ്റഡ് ടോട്ടൽ റിഫ്ലക്ഷൻ ATR, FTIRൻ്റെ മെഷർമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന ATRനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ബിഫാം മലയാളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.